ഇതാണ് ചെറുപയർ പാൽക്കറി. അപ്പോൾ നിങ്ങളിതുവരെ ചെറുപയർ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനൊക്കെ നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിനൊരു 1/4 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളീൻ്റെ പകുതി കേട്ടോ. ഇനി കുഞ്ഞി തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുക്കാം, വലുതാണെങ്കിൽ പകുതി മതി. അതും പിന്നെ ഒരു 3 പച്ചമുളക് കേട്ടോ. പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് എരിവ് വേണമെങ്കിലാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വെന്ത് വരുമ്പോൾ വെള്ളം ഇങ്ങനെ മുകളിൽ നിൽക്കരുത്. പയർ നന്നായിട്ട് വെന്ത് കിടക്കണം കേട്ടോ, വെള്ളം കൂടുതലാവാതെ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വിസിലൊക്കെ വന്ന് ഇതൊന്ന് ആവിയൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ കണ്ടോ, മുകളിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അവിടെ പയറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താവണമെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ കിടന്നിട്ട് ഇതൊന്ന് തിള വരണം കേട്ടോ. ഒന്ന് ചൂട് കയറിയിട്ടൊന്ന് തിള വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്നാവും, കാരണം ചെറുപയർ ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിള വരും കേട്ടോ. അപ്പോൾ അത് ഏകദേശം തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങേൻ്റെ 1/4 പാൽ, നല്ല കട്ടിയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തീ നല്ല ലോ ഫ്ലെയിമിൽ ഇടണം, കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി, തിളയ്ക്കരുത്. അപ്പോൾ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഇതിലേക്കൊരു വറവിടാനുണ്ട്. ആ വറവും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചെറുപയർ പാൽക്കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടൊക്കെ ആയിട്ടുണ്ട്. കാരണം നല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറിയാണ്. അപ്പോൾ ഞാനിതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് വറവിടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ വറവിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ഇതുപോലെ തവിയിലെടുത്തിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. ഇതോടെ ആ ചൂടോടുക്ക് അങ്ങനെ ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചാൽ ആ തേങ്ങാപ്പാൽ പിരിയും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്